ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോയുമായി നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഡെത്ത് രജിസ്ട്രേഷൻ ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്ന് ആണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോയുമായി പറയുന്നത്. അതായത് മരണ രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം എന്നാണ്. അതായത് അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ നിന്നാണോ മരണം സംഭവിച്ചത്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അതിനായി നമ്മൾ 21 ദിവസത്തിനകം നമ്മളത് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ 21 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 30 ദിവസം വരെ നമുക്ക് ചെറിയൊരു ഫീസോട് കൂടി അത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. 30 ദിവസത്തിന് ശേഷം ഒരു വർഷം വരെ നമുക്ക് ജില്ലാ രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി ചെറിയൊരു ഫീസോട് കൂടി അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ RDOയുടെ അനുമതിയോടുകൂടി നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിക്കുന്ന മരണമാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ അത് രജിസ്റ്റർ അവർ തന്നെ അത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യയാണോ മരണപ്പെട്ടത് എങ്കിൽ നമുക്ക് ആംബുലൻസ് ഡ്രൈവർ അല്ലെങ്കിൽ ഏത് വാഹനത്തിൻ്റെ ഡ്രൈവറാണോ ആ ഡ്രൈവറുടെ മൊഴിയുടെ പകർപ്പും ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പോലീസ് FIR ഇട്ട കേസാണെങ്കിൽ ആ FIRൻ്റെ റിപ്പോർട്ടും കൂടി നമ്മൾ റിപ്പോർട്ട് അയക്കേണ്ടതുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഈ പോലീസ് റിപ്പോർട്ടും കൂടി നമ്മൾ അയക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന വല്ല വിവരങ്ങളുമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ നമ്മുടെ ഡിവൈസിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ KSmart എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ലിങ്കുണ്ട് ksmart.lsgkerala.gov.in എന്ന് പറഞ്ഞ ഈ ലിങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഹോം പേജിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ നമ്മൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയിട്ട് അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സർവീസുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സർവീസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡെത്ത് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഡെത്ത് രജിസ്ട്രേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഒന്ന് ലോഡിങ്ങിന് ടൈം എടുക്കും. അതൊന്ന് ലോഡിങ് ആയിട്ട് വരും. അപ്പോൾ നമ്മളുടെ ലോഗിൻ ചെയ്ത പ്രൊഫൈൽ പേജിലേക്ക് എത്തും. അങ്ങനെ ഇവിടെ നമുക്ക് മുകളിൽ കാണിക്കും മൈ ആപ്ലിക്കേഷൻ, ന്യൂ ആപ്ലിക്കേഷൻ. ഈ ന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബർത്ത് സർവീസ്, ഡെത്ത് സർവീസ്, മാരേജ് സർവീസ് എന്ന് കാണിക്കും. ഇതിൽ നമ്മൾ ഡെത്ത് സർവീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂ ഡെത്ത് രജിസ്ട്രേഷൻ എന്ന് കാണിക്കും. അതേമാതിരി നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ഡെത്ത് എന്ന് കാണിക്കും. ഡെത്ത് കറക്ഷൻസ് എന്ന് കാണിക്കും. ഡെത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ഡൗൺലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ്. ഇവിടെ നമ്മൾ ഡെത്ത് സർവീസ് എന്ന് സെലക്ട് ചെയ്ത് ന്യൂ ഡെത്ത് രജിസ്ട്രേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പേജിലേക്ക് കടക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഇടത്തെ സൈഡിൽ നമുക്ക് ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും അത് ടിക്കായിട്ട് ഇങ്ങനെ വരുന്നത് കാണിക്കും. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലും ആദ്യമായിട്ട് ചോദിക്കുന്നത് ഡെത്ത് ഇൻഫർമേഷനാണ്. അതായത് അവിടെ ചോദിക്കുന്നുണ്ട് എക്സാക്റ്റ് ഡെത്ത് ഡേറ്റ് നോട്ട് അവൈലബിൾ എന്നുള്ളത്. അതായത് ഡേറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കറക്റ്റ് ഡേറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോക്സിൽ ടിക്ക് ചെയ്ത് തുടരുക. അപ്പോൾ നമുക്ക് ഒരു ഡേറ്റ് അറിയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാണ്. അങ്ങനെ ഇവിടെ ഒരു ഡേറ്റ്
സെലക്ട് ചെയ്ത് ഞാനിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് 2025 നവംബർ ഒരു 1 ഞാൻ സെലക്ട് ചെയ്യാണ്. നമ്മളിവിടെ 21 ദിവസത്തിൻ്റെ അകം രജിസ്റ്റർ ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് പ്ലേസ് ഓഫ് ഡെത്ത് ആണ് ചോദിക്കുന്നത്. എവിടെ വെച്ചാണ് മരണപ്പെട്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഏത് ജില്ലയാണെന്നാണ് ചോദിക്കുന്നത്. ആ ജില്ല നമ്മൾ ഇതിൽ നിന്ന് ശരിക്ക് ടിക്ക് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഏത് ലോക്കൽ ബോഡിയുടെ പരിധിയിൽ വെച്ചാണെന്ന്, മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു. ലോക്കൽ ബോഡി നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് പഞ്ചായത്താണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മൂന്നിയൂർന്ന് സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ഡെമോ ആണ്. ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുകയാണ്. പ്ലേസ് ഓഫ് ഡെത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണോ, ഇൻസ്റ്റിറ്റ്യൂഷനാണോ, ഹോമാണോ, വെഹിക്കിൾ എന്നാണോ, പബ്ലിക് പ്ലേസ് എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ അത് അവിടെ നിന്ന് ചെയ്യും. അതുകൊണ്ട് ഞാനിവിടെ ഹോം കാണിക്കാം. ഹോം എന്നുള്ളത് കാണിക്കുകയാണ്. പിന്നെ നമ്മൾ ചോദിക്കുന്നത് വില്ലേജാണ്. ഞാനിവിടെ വില്ലേജ് സെലക്ട് ചെയ്തു. നമ്മളെ വാർഡ് ചോദിക്കുന്നുണ്ട്. ഏത് വാർഡാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനത് കറക്റ്റ് ഇവിടുന്ന് ചെയ്തു. അപ്പോൾ നമ്മളെ പിൻകോഡ് ഓട്ടോമാറ്റിക്കലി അതിൽ വരുന്നതാണ്. പിന്നെ ലൊക്കാലിറ്റി നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു ലൊക്കാലിറ്റി, ഡെമോ ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളെ സ്ട്രീറ്റ് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതും ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളുടെ ഹൗസ് നമ്പർ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഹൗസ് നെയിം കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊക്കെ നമ്മളോട് മലയാളത്തിലും ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡിവൈസിലെ മലയാളം ടൈപ്പിംഗ് ഉപയോഗിച്ച് തെറ്റാതെ ചെയ്യുക. ഞാനിവിടെ ഒക്കെ നമ്മൾ മുകളിൽ കൊടുത്തതൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. സ്ട്രീറ്റ് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഹൗസ് നെയിമും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് ഡിസീസ്ഡ് നെയിം എന്നാണ് ചോദിക്കുന്നത്. അതായത് മരിച്ച ആളുടെ പേരാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ നെയിം ഇവിടെ കാണിക്കുകയാണ്. അതിനുശേഷം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ വലിയ പേരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് നെയിം മിഡിൽ നെയിമായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് നെയിം കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ലാസ്റ്റ് നെയിം ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് നെയിമിൻ്റെ മലയാളം ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളെ ലാസ്റ്റ് നെയിമിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ടൈപ്പ് ചെയ്തു. പ്രൂഫ് ഓഫ് നെയിം ഓഫ് ഐഡൻറ്റിറ്റി, നമ്മൾ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആധാർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ആധാർ നമ്പർ ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇതിൽ ഈ ടിക്ക് മാർക്കിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ടൈപ്പ് ID ടൈപ്പ്, അപ്പോൾ നമ്മൾ അതിൽ ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അടിയിൽ ഇങ്ങനെ വരും ID ടൈപ്പ് എന്നുള്ളത്. അതിന് നമുക്ക് ഏതെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ഷൻ കമ്മീഷൻ ID, റേഷൻ കാർഡ്, ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രൂഫുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തുടരാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആധാറിൻ്റെ ഇത് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഡെമോ, ഒരു ആധാറിൻ്റെ ടൈപ്പ് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. അപ്പോൾ അത് വെരിഫൈ ആയിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ഇൻഫർമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ദി
ഡിസീസ്ഡ്, അതായത് മരിച്ച ആളുടെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അതായത് പേഴ്സണൽ ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. വയസ്സാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു വയസ്സ് കൊടുക്കുകയാണ്. പിന്നെ ഏജ് യൂണിറ്റ് കാണിക്കുന്നുണ്ട്, ഇയറായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, അത് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ആണോ പെണ്ണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതും സെലക്ട് ചെയ്യാണ്. നാഷണാലിറ്റി ഓൾറെഡി വന്നിട്ടുണ്ട്. റിലീജിയൻ ചോദിക്കുന്നുണ്ട്, ഏതാണെന്നുള്ളത്, ഏത് ഹിന്ദുവാണോ മുസ്ലിമാണോ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഒക്യുപ്പേഷന് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നോൺ വർക്കറിന് കൊടുക്കുകയാണ്. അതിനുശേഷം അടിയിലോട്ട് ചോദിക്കുന്നത് ഇൻഫർമേഷൻ റിഗാർഡിങ് ഫോളോയിങ് അൺഹെൽത്തി ഹാബിറ്റ് ഓഫ് ദി ഡിസീസസ്, അതായത് ഹാബിറ്റ് എന്താ മരണകാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിപ്പം ഇവിടെ മാൻഡേറ്ററി അല്ല, ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. അത് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ നോ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളെ ഡീറ്റെയിൽസ് ഓഫ് ദി ഡിസീസസും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ട് വരുന്നത് അഡ്രസ് ഇൻഫർമേഷനാണ്. മരിച്ച ആളുടെ അഡ്രസ്സ് കറക്റ്റ് കൊടുക്കണം. അത് നമ്മളിവിടെ ഇന്ത്യ, കേരള എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുക്കുക. ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് വെച്ചാൽ അത് നമ്മൾ കറക്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ് കൊടുക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് അത് നമ്മൾ ഏത് ഗ്രാമപഞ്ചായത്താണെന്നുള്ളത് അടുത്തതിൽ കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതും ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം താലൂക്ക് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ താലൂക്ക് ഓൾറെഡി നമ്മൾ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ താലൂക്ക് ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായി വരും. അത് നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ വില്ലേജ് ചോദിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പം വില്ലേജ് അതിൽ ബോക്സിൽ വന്നിട്ടുണ്ടാവും. വാർഡ് ചോദിക്കുന്നുണ്ട്. നമ്മളെ വാർഡ് നമ്മൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വാർഡ് ഒന്നുകൂടി സെലക്ട് ചെയ്തു. പിന്നെ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്. ഞാൻ പോസ്റ്റ് ഓഫീസ് കൊടുത്തു. അതിനുശേഷം ലൊക്കാലിറ്റി ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ കൊടുത്തു. സ്ട്രീറ്റ് ചോദിക്കുന്നുണ്ട്, അതും ഞാൻ കൊടുത്തു. ഹൗസ് നെയിം ചോദിക്കുന്നുണ്ട്, അതും ഞാൻ കൊടുത്തു. പിന്നെ ഇതൊക്കെ മലയാളത്തിൽ ഒന്നും കൂടി കൊടുക്കുക. ഒക്കെ ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഒക്കെ തെറ്റാതെ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊന്നും മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ ചെയ്യുക. പിന്നെ അഡ്രസ്സ് നമ്മൾ വേറെ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ അതിൽ ടിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്രസ് ഇൻഫർമേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫാമിലി ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. അതായത് സപ്പോസ് ഡീറ്റെയിൽസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം പ്ലീസ് ടിക്ക് ദി ചെക്ക് ബോക്സ് ഇഫ് യു ഡോണ്ട് ഇൻക്ലൂഡ് ദിസ് സപ്പോസ് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാനിവിടെ ഇൻക്ലൂഡ് ദി ഡീറ്റെയിൽസ് ഞാനിവിടെ നെയിം കൊടുക്കുകയാണ്. നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ മദറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫല്ല, നമ്മൾ വേറെ ആരെങ്കിലും മദർ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് അതിൽ ടിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ വൈഫ് കൊടുക്കുന്ന രൂപത്തിൽ ചെയ്യാം. അപ്പോൾ വൈഫ് കൊടുക്കുന്ന രൂപത്തിൽ ഞാൻ ചെയ്യാം. ഞാനൊരു ഡെമോ പേര് കൊടുക്കാം. ഓക്കെ. പിന്നെ അത് മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്.
അത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ആഡ് മോർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്നുണ്ട്. പ്ലീസ് ചെക്ക് ദി ഇഫ് യു ഡു വൺ ടു മോർ ദ ഡീറ്റെയിൽസ്. മദറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മദറിൻ്റെ ഇല്ലെങ്കിൽ ഫാദറിൻ്റെത് നമുക്ക് ഫാദറും മദറും ഇവിടുന്ന് ചെക്ക് ചെയ്യും. ഞാനിവിടെ ഫാദറിൻ്റെ ഇത് ടിക്ക് ചെയ്യാണ്. മദറിൻ്റെത് ഒഴിവാക്കിയിട്ട് ഫാദറിൻ്റെത് ഞാൻ നമുക്ക് ഫാദറും മദറും ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഫാദറിൻ്റെ മദറിൻ്റെ ഒരു കോണ്ടാക്റ്റ് ഡീറ്റെയിൽസുകൾ നമുക്ക് കൊടുക്കണം. അതിനൊരു നമ്പർ ചോദിക്കുന്നുണ്ട് അവർ. അവിടെ ഒരു നമ്പർ ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്, മാൻഡേറ്ററി അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് ഇതിൽ നമ്മൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഫാദർ നെയിം ഇവിടെ കൊടുക്കാണ്ട് അത് ചെയ്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഫാദർ നെയിം അടിക്കുകയാണ്. അത് നമ്മൾ മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ ആധാർ നമ്പറും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യും നമ്മൾ. ഓക്കെ. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ ആധാർ നമ്പർ വാലിഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡെമോ കാണിക്കണോണ്ട് ഞാൻ ഇതിൽ നിന്ന് ആധാർ നമ്പറിൻ്റെ ഇത് ഒഴിവാക്കുകയാണ്. അത് നമ്മൾ വാലിഡായിട്ടുള്ള ആധാർ നമ്പർ അവിടെ കൊടുക്കുമ്പോൾ വാലിഡായിട്ടുള്ള കൊടുക്കണം. വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും അവർക്ക്. അപ്പോൾ അത് ഞാൻ ഡെമോ ആയതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇവിടെ ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. ഒരു മിനിറ്റ്. ആധാർ നമ്പറൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ വാലിഡേറ്റ് കൊടുക്കണം. അത് നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഡെമോ ആയതുകൊണ്ട് ഞാനിവിടെ അത് ഒഴിവാക്കുകയാണ് ഇതിൽ നിന്ന്. എന്നിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് പ്രൊസീഡ് കൊടുത്താൽ അപ്പോൾ നമ്മൾ ഫാമിലി ഇൻഫർമേഷനും ക്ലിക്ക് ചെയ്തു. ഓക്കെ ആയി. ഇനി മോർ ഇൻഫർമേഷൻ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അത് മോർ ഇൻഫർമേഷൻ എന്ന് ചോദിക്കുന്നത് ടൈപ്പ് ഓഫ് മെഡിക്കൽ അറ്റൻഷൻ റിസീവ് ബിഫോർ ഡെത്ത്. ടൈപ്പ് ഓഫ് അതായത് ടൈപ്പ് ഓഫ് മെഡിക്കൽ അറ്റൻഷൻ റിസീവ്ഡ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നോ മെഡിക്കൽ അറ്റൻഷൻ എന്നുള്ളത് കൊടുക്കാം നമുക്ക്. പിന്നെ മെഡിക്കൽ കേസ് ഓഫ് ഡെത്ത് ചോദിക്കുന്നുണ്ട്, നോ കൊടുക്കാം. പിന്നെ കേസ് ഓഫ് ഡെത്ത്, കേസസ് ഓഫ് ഡെത്ത്, കേസ് ഓഫ് ഡിസീസസ് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒതർ ഒന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഡീറ്റെയിൽ ഓഫ് കേസ് ഓഫ് ഡെത്ത് ഓഫ് ഡിസീസസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇതിൽ അതർന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു ബ്ലഡ് പ്രഷർ എന്നുള്ള ഇത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതും വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. ആ പ്രിവ്യൂവിലൊന്ന് നമ്മൾ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസുകളും കറക്റ്റായിട്ട് നമുക്ക് കാണിക്കും. അതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലിയറായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിവ്യൂ ഒന്നിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ പ്രിവ്യൂ നമുക്ക് ഇതിൽ നിന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും തിരുത്താണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ട് ഈ എഡിറ്റിൽ വന്നിട്ട് തിരുത്താം. ഒക്കെ എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയതിന് ശേഷം നമ്മൾ ഇതിൽ ദി ഇൻഫർമേഷൻ ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ബി അക്യുറേറ്റ് എന്നുള്ളതിലൊന്ന് ടിക്ക് എടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഫിഡവിറ്റ് ആൻഡ് സബ്മിഷൻ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് പോകും. അവിടെ നമ്മൾ ഇത് ടിക്ക് കൊടുത്ത് പ്രൂഫ് ഓഫ് നെയിം, ഐഡൻറ്റിറ്റി ഓഫ് ഡിസീസസ് എന്നുള്ളതിൽ ആധാർ എന്തെങ്കിലും ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ആധാർ എന്താ വെച്ചാൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആരാണിത് ചെയ്യണമെന്നുണ്ട് അവരുടെ നെയിമും അവരെ ആധാറും അവരുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു സെൻഡ് കൊടുത്ത ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രൊസീഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ആകുന്നതാണ്. അതിനുശേഷം വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്മാർട്ട് വഴി തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ബന്ധപ്പെട്ടവരുടെയോ ഒക്കെ രജിസ്ട്രേഷനുകൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്യാനൊന്ന് പരിശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലേക്ക്, എല്ലാ ഡിവൈസിലേക്കും നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. ബൈ.